ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ജോഗ്രഫിയുടെ ഒന്നാമത്തെ ചാപ്റ്ററായ വെതർ ആൻഡ് ക്ലൈമറ്റ് എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് പറയുന്നത്. അതിൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ അതാണ് നമ്മൾ ടോപ്പിക്. അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലെ താപനിലയാണ്. ദാറ്റ് ഈസ്, നമുക്കറിയാം സൂര്യനാണ് എനർജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്രോതസ്സ് എന്ന് പറയുന്നത് അല്ലേ. സൂര്യനാണ് ഊർജത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം. അപ്പോൾ ഭൂമിയുടെ പ്രധാനപ്പെട്ട ഊർജ സ്രോതസ്സ് എന്ന് പറയും. അതുകൊണ്ട് ഈ എനർജി സൂര്യനിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ്. എന്താണ് പ്രോസസ്സിൻ്റെ പേര്? ന്യൂക്ലിയർ ഫ്യൂഷനാണ്. എനർജി സൂര്യനിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പ്രോസസ്സിൻ്റെ പേരാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. അപ്പോൾ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലോ, ദാറ്റ് ഈസ് 2 or more അറ്റോമിക് ന്യൂക്ലിയേ കൊളൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ മേർജ് ചെയ്യുന്നു ടുഗദർ ടു ഫോം എ ലാർജർ ആറ്റം. 2 or more അറ്റോമിക് ന്യൂക്ലിയേ കൊളൈഡ് ആൻഡ് മേർജ് ടുഗദർ ടു ഫോം എ ലാർജർ ആറ്റം എന്നാണ്. അതായത് രണ്ടോ അതിലധികമോ ആറ്റങ്ങൾ എന്താവുന്നു, കൂട്ടിയിടിക്കുന്നതിലൂടെ സംയോജിച്ചിട്ട് ഒരു വലിയ ആറ്റമായിട്ട് രൂപപ്പെടുത്തുന്നു. അപ്പോൾ ഈ വലിയ ആറ്റം രൂപപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സൂര്യനിലുള്ള ഹൈഡ്രജൻ ആറ്റം ഹീലിയമാക്കി മാറ്റപ്പെടുന്ന ഒരു പരിവർത്തനമാണ് ഇവിടെ. ഈ അണുസംയോജനം അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു ഹൈഡ്രജൻ ആറ്റം എന്തായിട്ട് മാറപ്പെടുന്നു? ഹീലിയമായിട്ട് മാറ്റപ്പെടുന്നു. അപ്പോൾ ഓരോ സെക്കൻഡിലും 600 ദശലക്ഷം ടണ്ണിലേറെ ഹൈഡ്രജൻ ഹീലിയമായിട്ട് മാറപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത്. അതാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ്റെ പ്രത്യേകത. അങ്ങനെ ഊർജം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ചെറിയ ചെറിയ ആറ്റങ്ങൾ, ആ ആറ്റങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് വലിയ ആറ്റങ്ങൾ രൂപപ്പെട്ടിട്ട് ന്യൂക്ലിയർ ഫ്യൂഷനിലൂടെ എനർജി ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് ഈ സോളാർ എനർജി അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അത് എങ്ങനെയാണ് നമ്മളെ എർത്ത് സർഫസിലേക്ക് എത്തുന്നത്? എമൗണ്ട് ഓഫ് സൺസ് റേസ് റീച്ചിങ് ദ എർത്ത് സർഫസ് ഈസ് കോൾഡ് ഇൻസൊലേഷൻ. ഭൗമോപരിതലത്തിലേക്ക് എത്തുന്നുണ്ട്. ആ എത്തുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്ത്? ഇൻസൊലേഷൻ. എന്താണ്? ഇൻസൊലേഷൻ എന്ന പേരിലാണത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ എത്തിയിട്ടുള്ള അതായത് ഇൻസൊലേഷനിലൂടെ എർത്ത് സർഫസിലെത്തിയിട്ടുള്ള സോളാർ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 4 പ്രോസസ്സുണ്ട് കേട്ടോ. 4 പ്രോസസ്സിലൂടെയാണ് സോളാർ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സ് ഏതൊക്കെ? പ്രോസസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ദ അറ്റ്മോസ്ഫിയർ. 4 പ്രോസസ്സ്. ഒന്ന് കണ്ടക്ഷൻ എന്ന് പറയും, രണ്ടാമത്തത് കൺവെക്ഷൻ, മൂന്നാമത്തത് അഡ്വക്ഷൻ, നാലാമത്തത് റേഡിയേഷൻ കേട്ടോ. അങ്ങനെ 4 വ്യത്യസ്തമായിട്ടുള്ള പ്രക്രിയയിലൂടെയാണ് താപം എന്താവുന്നത്? വ്യാപിക്കുന്നത്. ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് താപം വ്യാപിക്കുന്നത്. ആദ്യത്തെ പറയുക കണ്ടക്ഷൻ, അത് താപചാലനം എന്ന് പറയും. ഇപ്പോൾ താപം ചലിക്കുക, ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചലിക്കുകയാണ് ചെയ്യുന്നത്. That is, heat is transferred to the lower part of the atmosphere. Lower part of the atmosphere which is directly in contact with the surface of the earth. ഭൗമ ഉപരിതലത്തിനോട് അടുത്തുള്ള അതിനോട് ചേർന്നുള്ള അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന വിതാനങ്ങളിലേക്ക് താപം ഇങ്ങനെ പകർന്നു പോകുന്നത് അല്ലെങ്കിൽ താപം പ്രസരിക്കുന്ന ഒരു പ്രോസസ്സാണ് താപചാലനം എന്ന് പറയുന്നത്. ഇത് രണ്ടാമത്തത് എന്താണ്? സംവഹനം, അതായത് കൺവെക്ഷൻ. ഈ കൺവെക്ഷൻ്റെ പ്രത്യേകത എന്താണ്? എയർ ഹീറ്റാവുന്നു. ഹീറ്റായ എയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് എക്സ്പാൻഡ് ആകും. അതിനുശേഷം അത് റൈസ് അപ്പ് ആകുന്നു. എന്നിട്ട് ഹയർ റീച്ചസിലൊക്കെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തെത്തുന്നു. അതാണ്. അപ്പോൾ ആസ് ദ ഹീറ്റഡ് എയർ എക്സ്പാൻസ് ആൻഡ് റൈസ് അപ്പ്, heat is transferred to the higher reaches of the atmosphere എന്നാണ്. എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? ഭൂമിയോട് അടുത്തുള്ള അന്തരീക്ഷ വായു ചൂട് പിടിച്ചിട്ട് വികസിച്ച് മുകളിലേക്ക് ഉയർന്ന് മുകളിലുള്ള ഭാഗം അല്ലെങ്കിൽ ഉയർന്ന ഭാഗങ്ങളിലൊക്കെ തന്നെ താപം വ്യാപിപ്പിക്കുന്ന പ്രോസസ്സാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്.
നെക്സ്റ്റ് വൺ അഡ്വക്ഷനാണ്. അഡ്വക്ഷൻ, അഭിവഹനം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഹൊറിസോണ്ടലി ത്രൂ വിൻഡ് എന്നാണ്. കാറ്റിലൂടെ തിരശ്ചീനമായിട്ടുള്ള തലത്തിൽ താപം വ്യാപിക്കും. നേരെ അല്ലേ, നേരെയായിട്ട് താപം വ്യാപിക്കുന്നു. ഒരിടത്തുനിന്ന് കാറ്റ് തട്ടിയിട്ട് മറ്റൊരിടത്തേക്ക് നേരെ തിരശ്ചീനമായിട്ട് താപം വ്യാപിക്കുന്ന പ്രോസസ്സാണ് അഡ്വക്ഷൻ എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് വൺ റേഡിയേഷൻ. റേഡിയേഷൻ്റെ പ്രത്യേകത എന്താ? ദാറ്റ് ഈസ് എമിഷൻ ഓഫ് എനർജി ഇൻ ദ ഫോം ഓഫ് ലോങ് വേവ്സ് ആഫ്റ്റർ ദ എർത്ത് സർഫേസ് ഗെറ്റ് ഹീറ്റഡ് എന്നാണ്. ഇവിടെ എർത്ത് സർഫേസ് ഹീറ്റായതിന് ശേഷം എനർജി വീണ്ടും തിരിച്ച് എവിടേക്ക് പോകുന്നുണ്ട്? ലോങ് വേവ്സിൻ്റെ രൂപത്തിൽ പിന്നെ അന്തരീക്ഷത്തിൻ്റെ ഉയർന്ന ഭാഗങ്ങളിലേക്ക് പോകുന്നു. അതായത് ഔട്ടർ സ്പേസിലേക്ക് വ്യാപിക്കുന്ന പ്രോസസ്സാണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. എമിഷൻ ഓഫ് എനർജി ഇൻ ദ ഫോം ഓഫ് ലോങ് വേവ്സ്. അപ്പോൾ എന്താണ് ലോങ് വേവ്സ് ആയിട്ട് മാറുന്നതെന്ന് അറിയോ? ഒരു കൂളർ ഒബ്ജക്റ്റിൻ്റെ അല്ലെ ഒരു കോൾഡ് ഒബ്ജക്റ്റിൽ നിന്ന് എനർജി പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താ ഉണ്ടാവുക? ലോങ് വേവ്സാണ് ഉണ്ടാവുക. എന്നാൽ ഒരു ഹോട്ട് ഒബ്ജക്റ്റിൽ നിന്ന് എനർജി പാസ് ചെയ്യുകയാണെങ്കിൽ അത് ഷോർട്ട് വേവ്സ് ആയിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഇൻസൊലേഷൻ എന്ന് പറയുമ്പോൾ സോളാർ എനർജി റീച്ച്ഡ് ദ എർത്ത് സർഫേസ് ഇൻ ദ ഫോം ഓഫ് ഷോർട്ട് വേവ്സ് ആണ് കേട്ടോ. ഷോർട്ട് വേവ്സ് ആയിട്ട് ആണ് സോളാർ എനർജി എവിടേക്ക് എത്തുന്നത്? നമ്മളെ എർത്ത് സർഫേസിലേക്ക് എത്തുന്നത്. കാരണം സൺ ഒരു ഹോട്ട് ഒബ്ജക്റ്റാണ്. സണിൽ നിന്ന് വരുന്ന സോളാർ എനർജി എർത്ത് സർഫസിലേക്ക് റീച്ച് ചെയ്യുന്നത് ഷോർട്ട് വേവ്സ് ആയിട്ടാണ്. അപ്പോൾ ഷോർട്ട് വേവ്സും ലോങ് വേവ്സും എന്താണെന്ന് മനസ്സിലാക്കണേ. അപ്പോൾ എനർജി പിന്നെ വീണ്ടും റിഫ്ലക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ പാസ് ചെയ്യുന്നു ഇവിടേക്ക് ഔട്ടർ സ്പേസിലേക്ക്. അതിനെ റേഡിയേഷൻ എന്ന് പറയുന്നു. ഇങ്ങനെ 4 വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള താപം വ്യാപിക്കുന്നതിനുള്ള പ്രോസസ്സ് ഉണ്ട്.